എല്ലാവർക്കും നമസ്കാരം. ഞാൻ നൗഷാദ്. റോയൽ ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കുരുമുളക് PVC പൈപ്പിൽ ചെയ്ത, ഞാനിപ്പം എൻ്റെ ഈ കുരുമുളക് ചെയ്ത ഭാഗത്താണ് ഞാനിപ്പം നിൽക്കുന്നത്. നമ്മുടെ ഈ PVC പൈപ്പിൽ ഞാൻ കൃഷി ചെയ്ത എൻ്റെ ഈ കുരുമുളക് കൃഷിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ നാഗപതി രീതിയിൽ ചെയ്തത്, അതായത് കുരുമുളകിന് 3 പാർട്ടാണുള്ളത്. ഒന്ന് നമ്മുടെ ചെന്തല, പിന്നൊന്ന് കേറുതല, പിന്നൊന്ന് മുളക് ഉണ്ടാകുന്ന പാർട്ട്, V ആകൃതിയിലുള്ള പാർട്ട്. അതാണ് നമ്മൾ കുറ്റിക്കുരുമുളകിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കേറുതല, അതായത് അത് മുമ്പുള്ളവരൊക്കെ നമുക്ക് ചെന്തലയാണ് നമ്മൾ കുരുമുളക് കൃഷി ചെയ്യാൻ ഉപയോഗിക്കുക. കുരുമുളക് ചെന്തലയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു 3 വർഷത്തിന് ശേഷം മാത്രമേ നമുക്ക് വിളവുകൾ ലഭിക്കുകയുള്ളൂ. നമ്മൾ കേറുതലയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു 10 അടിയോ അല്ലെങ്കിൽ 12 അടിയോ, ഞാനിപ്പോൾ 8 അടിയിലാണ് ഞാൻ ആദ്യം സ്റ്റാർട്ടിങ് ചെയ്തത്. ഞാൻ ഇപ്പം 12 അടിയിലേക്ക് ഞാൻ മാറ്റി ചെയ്തിട്ടുണ്ട്. ഇതാദ്യം എങ്ങനെ ഉണ്ടാകും എന്നുള്ളൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഞാൻ 8 അടിയുടെ PVC പൈപ്പിൽ ഞാൻ ചെയ്തത്. ഒരു 20 കാലോളം ഞാൻ ചെയ്തിട്ടുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ എൻ്റെ ഈ പിറകിലും സൈഡിലൊക്കെ ആയിട്ട് നിങ്ങൾ ഈ കാണുന്നത്. അത് നല്ല വിജയം കണ്ടെത്തിയതിന് ശേഷമാണ് ഞാൻ കൂടുതലായിട്ട് ഇത് ചെയ്യാൻ നിന്നത്. അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. എന്താണ് നാഗപതി രീതിയിൽ, എങ്ങനെയാണ് നാഗപതി രീതി ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ തയ്യുണ്ടാക്കേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ നാഗപതി രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 1 വർഷം കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ നാമ്പുകൾ പൊട്ടി മുളക് ഉണ്ടാവുന്നതാണ്. ഇത് കണ്ടാൽ നിങ്ങൾ ഈ കാണുന്നത് പന്നിയൂർ 1 എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ്. ഇത് ഞാൻ കൃഷി ചെയ്തിരിക്കുന്നത് 30-30ന്റെ ഗ്രോ ബാഗിൽ PVC പൈപ്പ് സെറ്റ് ചെയ്ത് അതിൻ്റെ താണ് ഞാൻ ഈ കുരുമുളക് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ ഒരുപാട് വിളവെടുത്തതാണ്, എന്നിട്ടും ഇതിൽ ഒരുപാട് ബാക്കി മുളകുകളുണ്ട്. ഇത് കണ്ടോ നിങ്ങൾ, പന്നിയൂർ 1ന്റെ ഒരു പ്രത്യേകത, നമുക്ക് ഈ തിരി നല്ല നീളം ഉണ്ടാവും. ഇത് കണ്ടോ, ഇത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ നമ്മളൊന്ന് പറിച്ചിട്ട് തന്നെ ഇത് കണ്ടോ, ഇത്രയും ഏകദേശം ഉണ്ടോ. ഇത് ഞാൻ അളന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അളവ് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇത്രയും നീളം നമുക്ക് ഈ പന്നിയൂർ 1ൽ, മണികൾക്ക് നല്ല വലുപ്പമാണ്. പന്നിയൂർ 1 നമുക്ക് ഒരുപാട് എല്ലാവർക്കും അറിയുന്ന ഒരു കുരുമുളകാണ്, ഒരുപാട് നമുക്ക് വിജയിച്ച ഒരു കുരുമുളകാണ്. ഇതിലും നമ്മൾ നാഗപതി രീതിയിൽ ചെയ്ത ഒരു കൊടിയാണ് ഈ കാണുന്നത്. പന്നിയൂർ 1ന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരം, നമ്മുടെ ഈ ചെന്തലയിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് ഹൈറ്റിലേക്ക് കയറിപ്പോകുന്ന ഒരു കൊടിയാണ് നമ്മുടെ ഈ പന്നിയൂർ 1. അതുപോലെ ഞാൻ 3 കുരുമുളകിന്റെ തൈകളാണ് ഞാനിവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. എനിക്ക് വിളവ് കിട്ടാൻ തുടങ്ങിയത്. ഒന്ന് നമ്മുടെ തെക്കൻ പെപ്പറാണ്, നമ്മുടെ ഈ കൊലകൊലയായിട്ട് വരുന്നത്, എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്നുള്ളത് കരിമുണ്ടയാണ്. ഇതാണ് കരിമുണ്ട ഇനത്തിൽപ്പെട്ടൊരു കുരുമുളകിന്റെ തൈയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് നിറയെ കുരുമുളക്. ഇതൊക്കെ 2 വർഷം മാത്രമേ ഞാൻ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഇതിങ്ങനെ കൃഷി ചെയ്തിട്ട് വെറും 2 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഇതിൽ തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മുതൽ ഇതിൽ കംപ്ലീറ്റ് ഞാൻ വിളവെടുക്കുന്നതാണ്. ഇപ്പോൾ ഇത് വിളവെടുക്കാൻ പാകമായിട്ട് ഉള്ള കുരുമുളകിന്റെ തൈയാണ് ഈ കാണുന്നത്. ഇത് കരിമുണ്ട ഇനത്തിൽപ്പെട്ടൊരു കുരുമുളകിന്റെ തൈയാണ്. അതുപോലെ നിങ്ങൾ ഈ കാണുന്നത് തെക്കൻ പെപ്പർ എന്ന് പറഞ്ഞൊരു ഇനം കുരുമുളകിന്റെ തൈയാണ് ഈ കാണുന്നത്. ഇത് കൊലകൊലയായിട്ടുണ്ടാവുന്ന ഒരു കുരുമുളകാണ്. ഇത് നമുക്ക് കുടിക്കുരുമുളകിന് നമുക്ക് ഈ കണ്ണൂർ ജില്ലയിലൊന്നും അത്ര വലിയ സക്സസ് ആയിട്ടില്ല. എനിക്ക് കുറ്റിക്കുരുമുളകിന് മാത്രമേ നമുക്ക് ഈ തെക്കൻ പെപ്പർ നമുക്ക് ബുഷായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് കുരുമുളക് ഇഷ്ടം പോലെ ആവുന്നുള്ളൂ. നമുക്ക് കുടിക്കുരുമുളകിന് ചൂട് നമുക്ക് അധികം പറ്റുന്നില്ല ഈ ഇതിന്. എന്നാലും ഞാൻ തണലൊക്കെ കൊടുത്ത് ഞാനിത് അത്യാവശ്യം ഇതും കൃഷി ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുക്ക ഏകദേശം 20ഓളം വെറൈറ്റി കുരുമുളകിൻ്റെ തൈകൾ ഞാനിപ്പോൾ കൃഷി ചെയ്തിട്ടുണ്ട്. ഇതിൽ 3 ഇത് മാത്രമേ ഞാൻ ആദ്യം ചെയ്ത് നോക്കിയിട്ടുള്ളൂ. അതിലൊക്കെ എനിക്ക് കുരുമുളക് നന്നായിട്ട് ഉണ്ടായതിന് ശേഷമാണ് ഞാൻ വെറൈറ്റി കുരുമുളക് എല്ലാം, വിജയ് പെപ്പർ, അതുപോലെ മറ്റുള്ള സിയോൺ മുണ്ടി ഒക്കെ ഞാനിവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതാണ് നമ്മുടെ കുറ്റിക്കുരുമുളകിൻ്റെ തൈയാണ് നിങ്ങൾ കാണുന്നത്. ഇതൊക്കെ 50 ലിറ്ററിൻ്റെ ഡ്രമ്മിൽ എന്താ നിങ്ങൾക്ക് മുളക് ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ കൊലകൊലയായിട്ട് നമുക്ക് കുറ്റിക്കുരുമുളകിന് നല്ല ഉഷാറുള്ളൊരു കുരുമുളകാണ് നമ്മുടെ ഈ തെക്കൻ പെപ്പർ. നമ്മൾ എന്തെങ്കിലും ഒരു ഷെയ്ഡ് കൊടുത്ത് നമുക്ക് കുറ്റിക്കുരുമുളകായിട്ട് നമുക്ക് വളർത്തി കഴിഞ്ഞാൽ നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ഇതിന് കൊലകൊലയായതുകൊണ്ട് തന്നെ നമുക്ക് മണികൾ കുറച്ച് കൂടുതൽ ലഭിക്കുന്ന ഒരു കുരുമുളകാണ് നമ്മുടെ ഈ തെക്കൻ പെപ്പർ. നമുക്ക് കുറ്റിക്കുരുമുളകിന് എന്തായാലും തിരക്കേടില്ലാത്തൊരു കുരുമുളക് തന്നെയാണ് നമ്മുടെ ഈ തെക്കൻ പെപ്പർ. ഇതുപോലെ ഒരു PVC പൈപ്പിലോ അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് കാലിലോ നമുക്കിതുപോലെ കുരുമുളക് കൃഷി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ വളങ്ങളും ഇതിന് തന്നെ ലഭിക്കും എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജൈവ സ്ലറിയോ ചാണകപ്പൊടി എന്തിട്ട് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് കുരുമുളകിന് തന്നെ ലഭിക്കും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ മരക്കാലിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ മരം തന്നെ 75% വളങ്ങളും വലിച്ചെടുക്കും. ബാക്കി ഭാഗങ്ങളിൽ മാത്രമേ നമുക്ക് ഈ കുരുമുളകിന് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ നന കൊടുക്കുന്ന സമയങ്ങളിൽ ഇലകൾ ഉൾപ്പെടെ രാവിലെയോ വൈകുന്നേരങ്ങളിലോ നമ്മൾ ഇതുപോലെ കുരുമുളകിന് നനച്ചു കൊടുക്കുക. അതുപോലെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനാബിൾ ചെയ്യുക. ഓൾ എന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുക. ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്.
അപ്പോൾ നമുക്ക് നാഗപതി രീതിയിൽ എങ്ങനെയാണ് നമുക്കൊരു കുരുമുളകിൻ്റെ തൈ ഉണ്ടാക്കേണ്ടത് എന്നുള്ളൊരു വീഡിയോ കൂടി നമുക്ക് കാണാവുന്നതാണ്. ഇതാണ് ഞാൻ നാഗപതി രീതിയിൽ ചെയ്തു വെച്ച നമ്മുടെ കുരുമുളകിൻ്റെ തൈകളാണ് നമ്മൾ ഈ കാണുന്നത്. നമുക്ക് എങ്ങനെയാണ് നാഗപതി രീതിയിൽ നമുക്ക് കുരുമുളക് ഉണ്ടാക്കേണ്ടത് എന്നുള്ളൊരു വീഡിയോ കൂടി നമുക്ക് കാണാം. നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലെ ഒരു ചെറിയൊരു കൂടയിൽ നമ്മൾ ഇതുപോലെ മണ്ണ്, മണല്, ചാണകപ്പൊടി ഇതൊക്കെ ഞാൻ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ ലെങ്ത് കൂടിപ്പോകും. അതുകൊണ്ട് ഞാനിത് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. ഇതുപോലെ മണ്ണ്, ഒരു ഭാഗം മണ്ണ്, ഒരു ഭാഗം മണലും കുറച്ച് ചാണകപ്പൊടിയും മാത്രം നമ്മൾ ഇതുപോലെ ഒരു ചെറിയൊരു പാക്കറ്റിൽ നിറച്ച് വെക്കുക. അതുപോലെ ഇതുപോലെ ഒരു പച്ച ഈർക്കിൽ ഇത് സെൻറ്ററായിട്ട് ഇതുപോലെ ഒടിച്ചു വെക്കുക. ഇല്ലെങ്കിൽ കമ്പി കഷ്ണം കിട്ടുമെങ്കിൽ നമുക്ക് കമ്പി കഷ്ണം ആയാലും മതി. ഞാൻ ഈർക്കിലിനെ കൊണ്ടാണ് ഞാൻ ചെയ്യൽ. അതിനുശേഷം നമ്മളിതാ ഇതിപ്പോൾ നാഗപതി രീതിയിൽ ചെയ്യുന്നത്. ഇതുപോലെ പാമ്പ് വരുന്ന പോലെ തന്നെ നമ്മൾ അവിടുന്ന് തുടങ്ങി ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരും. അപ്പോൾ ഈ തല ഇങ്ങനെ വരുന്നതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ മുട്ടിനും നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ വെച്ച് കൊടുക്കുക. ഓരോ മുട്ടിൻ്റെ ഭാഗത്തും ഇതുപോലെ നമ്മൾ മണ്ണ് അവിടെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒടിച്ച് വെച്ച ഈർക്കിലിൻ്റെ കഷ്ണം നമ്മൾ ഇതിനോട് ചേർത്ത് വെച്ചിട്ട് നമ്മളിതിൽ താഴേക്ക് പൊട്ടിപ്പോകാത്ത രീതിയിൽ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് മണ്ണ് ചെറിയ ഈ ഭാഗത്ത് കുറച്ച് നീക്കി വെച്ച് കൊടുക്കുക. ഇത് ഒരു മാസം കൊണ്ട് തന്നെ നമുക്കിത് വേര് പിടിച്ച് നമ്മൾ ഒരു 20-25 തെയ്യായതിനു ശേഷം ബാക്കിൽ നിന്ന് ഒരു 5 തൈ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാവുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് വേണം, ഒരു മാസത്തിന് ശേഷം നമ്മൾ എന്ത് വേണം, ഇതുപോലെ നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. ബാക്കിലെ ഭാഗത്തുനിന്ന് നമ്മൾ ആദ്യം തുടങ്ങിയ ഭാഗത്തുനിന്ന് നമ്മൾ ഇതുപോലെ ഈ ഒരു ഭാഗത്ത് ഇവിടുന്ന് നമ്മളൊരു മൂർച്ചയുള്ള ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്യുക. അതുപോലെ ഈ ഫ്രണ്ട് ഭാഗത്തുനിന്നും നമ്മൾ ഇവിടുന്ന് വെച്ചിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ തണലുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഒരു മാസം കൂടെ മാറ്റി വെക്കുക. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് പുതിയ നാമ്പുകൾ പൊട്ടി വരുന്നതാണ്. അപ്പോൾ നമുക്കൊരു തെയ്യായിട്ട് മാറി കിട്ടും. അതുപോലെ തന്നെ നമുക്ക് കൊടിയുടെ ഭാഗത്ത് നിന്നും നമുക്ക് കയറുതല അത് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. മേലിലേക്ക് കയറി താഴേക്ക് വളഞ്ഞു വരുന്ന ആ തലകൾ പിടിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു കൂടയിൽ മണ്ണ് നിറച്ച് നമുക്ക് വേര് പിടിപ്പിച്ച് എടുക്കാവുന്നതാണ്. വേര് പിടിച്ചതിന് ശേഷം നമ്മൾ അവിടുന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഈ ഒരു തണലുള്ള ഭാഗത്തേക്ക് മാറ്റി വെച്ച് നമുക്കിതുപോലെ നാഗപതി രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ഈ കാണുന്നത് തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത കുറ്റിക്കുരുമുളകിൻ്റെ തൈകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് കരിമുണ്ട ഇനത്തിൽപ്പെട്ട കുരുമുളകിൻ്റെ തൈകളാണ്. കരിമുണ്ട, തെക്കൻ, അതുപോലെ പന്നിയൂർ ഇനത്തിൽപ്പെട്ട 3 ഐറ്റം കുരുമുളകിൻ്റെ തൈകളാണ് ഞാനിപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത് വിൽപ്പനക്ക് റെഡി ആയിട്ടുള്ളത്. ഇത് നിങ്ങൾ എൻ്റെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി, കൊറിയറായിട്ടും അയച്ചു തരുന്നതാണ്. അപ്പം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.